മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി അവരുടെ ധർമ്മം നിർവഹിക്കാൻ കഴിയണമെന്ന് മാർപ്പാപ്പ. വിവിധ രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്ന മാധ്യമപ്രവർത്തകരെ മോചിപ്പിക്കണമെന്നും ലിയോ 14 പറഞ്ഞു. സ്ഥാനാരോഹണത്തിന് ശേഷം വത്തിക്കാനിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോമിൽ നിന്ന് പ്രൊഫസർ ജോസ് ഫിലിപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മെയ് മാസം 12 തീയതി ആദ്യമായിട്ട് മാർപ്പാപ്പ ആയതിനു ശേഷം പത്രപ്രവർത്തകരെ കാണുന്ന ഒരു ദിവസമായിരുന്നു. ലോകത്തുള്ള എല്ലാ പത്രപ്രവർത്തകരും അവർ ചെയ്ത ആ സേവനത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് മാർപ്പാപ്പ ഇന്ന് ചെലവഴിച്ചത്. തീർച്ചയായിട്ടും പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മാന്യമായിട്ടുള്ള ധർമ്മമാണ്. അത് ചെയ്യാൻ തുറന്ന മനസ്സോടുകൂടി ചെയ്യുവാൻ പറ്റാതെ ലോകത്ത് പല രാജ്യങ്ങളിലുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരെ തുറന്നു വിടണം, ജയിലിൽ അടയ്ക്കപ്പെട്ടവരെ തുറന്നു വിടണമെന്ന് മാർപ്പാപ്പ ശക്തമായിട്ട് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ പത്രപ്രവർത്തനം യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ സത്യത്തോട് ചേർന്ന് ചെയ്യുവാന്, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പത്രപ്രവർത്തനത്തെ വളർച്ചൊടിക്കാതിരിക്കുവാൻ മാർപ്പാപ്പ പ്രത്യേകം എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഈ ലോകത്തുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രത്യേകം നന്ദി പറഞ്ഞു. അതായത് കഴിഞ്ഞ മാസങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തോടു കൂടിയും അതിനെ ചുറ്റിയും വാർത്തകൾ കൊടുക്കുവാനായി, അത് കഴിഞ്ഞ് കോൺക്ലേവിനെ പറ്റിയുള്ള വാർത്തകൾ കൊടുക്കുവാനായി ഈ പറയുന്ന എല്ലാ പത്രപ്രവർത്തകരും റോമിൽ സന്നിഹിതരായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് പത്രപ്രവർത്തകർക്ക്. പത്രധർമ്മം അത് ഒരു അറിവ് പകർന്നു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ അറിവിലൂടെ മാത്രമേ ജനങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം പത്രധർമ്മം എപ്പോഴും സത്യസന്ധതയ്ക്ക്, ജനങ്ങൾക്ക് വേണ്ടി, അറിവിന് വേണ്ടി ആയിരിക്കണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ പല ചിന്തകളും അതോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് എന്നോടുകൂടെ റവറൻഡ് ഫാദർ റോഷൻ റിച്ചാർഡും ഉണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കോൺക്ലേവ്, അതുപോലെ തന്നെ മാർപ്പാപ്പായുടെ ഒരു വേർപാട് തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഒന്നിച്ചിരിക്കുവാൻ ശ്രമിച്ചു.